മലയാളത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയണ കുറേ സെന്റൻസുകൾ ഉണ്ട് അല്ലേ? എടാ എത്ര മണി വരെ നീ ഇവിടെ ഉണ്ടാവും? നീ ഒരിക്കലും പോവാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏതാന്ന് പറയൂ. അല്ലെങ്കിൽ ഇതിനിപ്പോൾ ആരെയാ കോൺടാക്ട് ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മലയാളത്തിൽ പറയാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഇംഗ്ലീഷിലാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ സാധാരണ ഉപയോഗിക്കേണ്ടി വരുന്ന കുറേ സെന്റൻസുകളുടെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, എത്ര മണി വരെ നീ ഉണ്ടാവും? അതെങ്ങനെ ചോദിക്കും? അപ്പൊ എനിക്ക് വൈകുന്നേരം എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞിട്ട് വേണം ഇയാളെ വന്ന് കാണാൻ. എടാ അപ്പൊ നീ എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കും? അതിന് അൺടിൽ വാട്ട് ടൈം, എത്ര മണി വരെ, അൺടിൽ വാട്ട് ടൈം നീ ഇവിടെ ഉണ്ടാവും, ആർ യു അവൈലബിൾ, അൺടിൽ വാട്ട് ടൈം ആർ യു അവൈലബിൾ. ആ സെന്റൻസ് ഓർത്ത് വെച്ചോളൂ, അല്ലാണ്ട് ഉണ്ടാക്കാൻ കുറച്ച് പാടായിരിക്കും അല്ലേ? അൺടിൽ വാട്ട് ടൈം ആർ യു അവൈലബിൾ. അങ്ങനെ. ഇനി അടുത്ത ചോദ്യം, നിങ്ങളൊരു ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടെ നിങ്ങളുടെ പരിപാടി ചെയ്തു തരേണ്ട ആള് വേറെ സെക്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇതിനിപ്പോൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അങ്ങനെ ചോദിക്കില്ലേ? ആരെയാണ് ചെന്ന് കാണേണ്ടത്? ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അതെങ്ങനെ ചോദിക്കും? whom should I contact for this? ഇതിന് വേണ്ടിയിട്ട്, അതാണ് for this. whom should I contact for this? whom എന്ന് വെച്ചാൽ ആരെയാണ്. whom should I contact for this? ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ അയാളെ പോയി കണ്ടു. കണ്ടപ്പോൾ അയാൾ പറയാണ്, ഇന്നൊരു സാധനം വേണം. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക? ഇതിപ്പോ എവിടെയാ കിട്ടുക അല്ലേ? അങ്ങനെ ചോദിക്കില്ലേ? ഇത് എവിടെയാ കിട്ടുക? അതെങ്ങനെ ചോദിക്കും? വേർ ക്യാൻ ഐ ഗെറ്റ് ദിസ്? എവിടെയാണ് എനിക്കിത് കിട്ടുക? വേർ ക്യാൻ ഐ ഗെറ്റ് ദിസ്? ക്ലിയർ ആയില്ലേ? സാധനം കിട്ടുന്ന സ്ഥലം നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പം നമ്മൾ ചോദിക്കുന്നതിനൊന്നും അവർ ഉത്തരം പറയുന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. അത് നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മുഖം തിരിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ചോദിക്കുക, ഷോ ഈ സ്ത്രീക്ക് എന്താ പ്രശ്നം? അങ്ങനെ ചോദിക്കില്ലേ? അതിനെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? എന്താണ് അവിടെ പ്രശ്നം? അങ്ങനെ ചോദിക്കില്ലേ? അതിന് സിമ്പിളായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഇസ് വിത്ത് ഹെർ, എന്താണ് അവൾക്ക്? അങ്ങനെ വാട്ട്സ് വിത്ത് ഹെർ, വാട്ട് ഇസ് വിത്ത് ഹെർ. അപ്പോൾ വാട്ട് ഇസ് ചുരുക്കിയിട്ട് വാട്ട്സ് വിത്ത് ഹെർ, വാട്ട്സ് വിത്ത് ഹെർ അങ്ങനെ ചോദിക്കാം. ഇനി നിങ്ങൾ കഷ്ടപ്പെട്ട് സാധനമൊക്കെ വാങ്ങിച്ച് നിങ്ങൾ റൂമിലേക്ക് വന്നു. അപ്പോൾ ഒരു കുഞ്ഞു സാധനം കേട്ടോ, നിങ്ങൾ തുറന്നോടുകൂടി ആ സാധനം നിലത്തേക്ക് വീണു. അപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ, ചേട്ടാ അതിപ്പോൾ എവിടെ പോയി അല്ലേ? അത് എവിടെ പോയി? അതെങ്ങനെ ചോദിക്കും? വേർ ഡിഡ് ഇറ്റ് ഗോ? വേർ ഡിഡ് ഇറ്റ് ഗോ? വേർ ഡിഡ് ഇറ്റ് ഗോ? ഇറ്റ് എന്ന് വെച്ചാൽ അത്, ഗോ എന്ന് വെച്ചാൽ പോവുക. അപ്പോൾ എവിടെയാണ് അത് പോയത്? പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് വേർ ഡിഡ് ഇറ്റ് ഗോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാം. ആ സമയത്ത് കൂട്ടുകാർ ഒരാളൊരു ഗോസിപ്പ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു, ചേട്ടാ ആരാ നിൻ്റെ അടുത്ത് പറഞ്ഞേ? അതെങ്ങനെ ചോദിക്കും? ആരാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത്? ഹൂ ടോൾഡ് യു? അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ WH ക്വസ്റ്റ്യൻസ്, വേർ ഡിഡ് ഇറ്റ് ഗോ, വാട്ട് ഡിഡ് ഹി ഡു അല്ലെ? പാസ്റ്റ് ടെൻസിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡിഡ് ഉപയോഗിക്കും, വേർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വാട്ട് കഴിഞ്ഞിട്ട് അല്ലേ? പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോ, ഹൂ ഡിഡ് എന്ന് പറയില്ല, ഹൂ ടോൾഡ് യു, ആരാ നിന്നോട് പറഞ്ഞത്, അങ്ങനെയാണ് ആ സെന്റൻസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ, അവിടെ ഡിഡ് ഇടണമെന്ന് കൺഫ്യൂഷൻ വരരുത്. ഹൂ ടോൾഡ് യു, ആരാ പറഞ്ഞത്, ഹൂ ടോൾഡ് യു. അപ്പോൾ ഹൂയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിന് സംസാരിക്കുമ്പോൾ അയാൾ എന്തോ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നീ എന്തിനെ കുറിച്ച് സംസാരിക്കണേ? അങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? എന്തിനെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, അതാണ് അർത്ഥം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ അവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, എന്താടാ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ? വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് കേട്ടോ. അങ്ങനെ. അപ്പോൾ അവർ പറയാണ്, എന്തോ ഒരു ഇവന്റ് ഉണ്ട്, ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പം നമുക്കും ആ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, വല്ല സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ടെങ്കിലോ. അപ്പോൾ നമ്മൾ പറയാണ്, എത്ര മണിക്ക് അത് തുടങ്ങേണ്ടത്? അങ്ങനെ ചോദിക്കില്ലേ? എത്ര മണിക്കാണ് അത് തുടങ്ങേണ്ടത്? അപ്പോൾ ഇവന്റ്സ് ഒക്കെ പൊതുവെ ഇത്ര മണിക്കാണ് തുടങ്ങുക എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും അല്ലേ? അപ്പോൾ ആ സമയം എത്രയാണ് എന്ന് വെച്ചാൽ ഇവന്റ് ഓൾറെഡി
തുടങ്ങണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആ സമയം അതെത്രയാണ്, അങ്ങനെയാണ് ചോദിക്കണേ. അപ്പൊ എങ്ങനെ ചോദിക്കും? വെൻ ഇസ് ഇറ്റ് സപ്പോസ്ഡ് ടു ബിഗിൻ. അപ്പൊ എന്തെങ്കിലും സപ്പോസ് ടു ബിഗിൻ എന്ന് വെച്ചാൽ ഓൾറെഡി അത് തീരുമാനിച്ച് വെച്ച കാര്യമാണ്. ആ തീരുമാനിച്ച സമയം എത്രയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. വെൻ ഇസ് ഇറ്റ് സപ്പോസ് ടു ബിഗിൻ, അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്, അതെങ്ങനെ ചോദിക്കും? ഇപ്പൊ സപ്പോസ് ടു തന്നെയാണ് എന്നുവെച്ചാൽ മുൻകൂട്ടി നമ്മൾ അത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഈ സപ്പോസ് ടു വരുന്നത്. ഹൂ ഈസ് സപ്പോസ് ടു ഡു ദിസ്, ആരാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്? ഹൂ ഈസ് സപ്പോസ് ടു ഡു ദിസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്ന ആളാണ് ചെയ്യേണ്ടിയിരുന്നത് പറഞ്ഞപ്പോ അയാൾ ചെയ്യില്ല എന്ന് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, അതെന്താ അവൻ ചെയ്യാത്തത്, അങ്ങനെ ചോദിക്കില്ലേ? എന്തുകൊണ്ടാണ് അവൻ ചെയ്യില്ല എന്ന് പറയുന്നത്, അല്ലെ? എന്തുകൊണ്ട് അവൻ ചെയ്യില്ല, അതെങ്ങനെയാ പറയാ? വൈ വോണ്ട് ഹി ഡു ഇറ്റ്, അവൻ എന്താ അത് ചെയ്യില്ല എന്ന് പറയണത്? വൈ വോണ്ട് ഹി ഡു ഇറ്റ്. വൈ വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് വോണ്ട്. വൈ വോണ്ട് ഹി ഡു ഇറ്റ്. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് പറയണത്, നമ്മുടെ ഈ കൂട്ടുകാരൻ, ചെയ്യാന്ന് പറഞ്ഞ കൂട്ടുകാരൻ സ്ഥലത്ത് എത്താൻ പറ്റിയിട്ടില്ല. അവൻ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ട ഒരു സ്ഥലത്ത് കിടക്കുക. അപ്പോ ഞാൻ ചോദിക്കാണ്, എങ്ങനെയാ എനിക്ക് അവിടെ എത്താൻ പറ്റുക? അതെങ്ങനെ ചോദിക്കും? എങ്ങനെയാ എനിക്ക് അവിടെ എത്താൻ പറ്റുക? എങ്ങനെയാന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഹൗ. അപ്പൊ എങ്ങനെ പറയാം? പറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പറയാം? ക്യാൻ എന്നുള്ള ആ വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഹൗ ക്യാൻ ഐ റീച്ച് ദെയർ, എനിക്ക് എങ്ങനെയാ അവിടെ എത്താൻ പറ്റുക? ഹൗ ക്യാൻ ഐ റീച്ച് ദെയർ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ചോദിക്കാം, നീ എത്ര മണിക്കാ അവനെ കാണുന്നത്? അതെങ്ങനെ ചോദിക്കുക? എത്ര മണിക്കാന്ന് പറയുമ്പോൾ ടൈം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം നിർബന്ധമില്ല കേട്ടോ സെന്റൻസിൽ. എപ്പോഴാണ് എന്നുള്ള അർത്ഥം മതി. എപ്പോഴാണ് നീ അവനെ കാണുന്നത്? വെൻ ആർ യു മീറ്റിംഗ് ഹിം. വെൻ ആർ യു മീറ്റിംഗ് ഹിം കേട്ടോ. എത്ര മണിക്കാണ് നീ അവനെ കാണുന്നത്? വെൻ ആർ യു മീറ്റിംഗ് ഹിം. അപ്പോൾ നമ്മളങ്ങനെ അവനെ കാണാൻ വേണ്ടി പോവുകയാണേ. പോണ സമയത്ത് ബസ്സിൽ ഒരു സീറ്റ് ഉണ്ട്, പക്ഷെ ആ 2 സീറ്റിലും കൂടെ ഒരാൾ കയറി ഇരിക്കുക. അപ്പൊ നമ്മൾ അയാളത്ത് പറയുകയാണേ, കുറച്ചൊന്ന് നീങ്ങിയിരിക്കുന്നതിൽ വിരോധമുണ്ടോ? അതെങ്ങനെ പറയും? വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. എ ബിറ്റ് എന്ന് വെച്ചാൽ ഇത്തിരി, ലേശം, അങ്ങനെ പറയില്ലേ? അതാണ് എ ബിറ്റ്. വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്തില്? മൂവിങ് എന്ന് വെച്ചാൽ ഒന്ന് നീങ്ങുന്നതിൽ, ഇത്തിരി അങ്ങോട്ട് നീങ്ങുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്. അപ്പൊ നമ്മൾ ഈ അടുത്ത് നീങ്ങിയിരിക്കുന്ന മനുഷ്യനെടുത്ത് ചോദിക്കുകയാണ്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പൊതുവെ അടുത്തിരിക്കുന്ന ആളെടുത്ത് സംസാരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അയാൾക്കൊരു കുട്ടിയുണ്ട്, സ്കൂളിലൊക്കെ പോകുന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവള് സ്കൂളിൽ സാധാരണ പോവാറ്? പൊതുവെ നമ്മൾ അടുത്തിരിക്കുന്ന ആളടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ചോദിക്കില്ല. പക്ഷെ എനിക്കിവിടെ ചോദ്യം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഇത്രയും കൂലങ്കഷമായ അയാളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങുന്നതെന്ന് വിചാരിക്കണ്ട. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയൂ. എങ്ങനെയാണ് അവള് സ്കൂളിൽ സാധാരണ പോവാറ്? അപ്പോൾ നടന്നിട്ടാണോ, ബസ്സിലാണോ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എങ്ങനെയാണ് സാധാരണ ചെയ്യാറ്? അപ്പൊ എങ്ങനെയാ സെൻസ് ഉണ്ടാക്കുക? ഹൗ ഡസ് ഷീ യൂഷ്വലി ഗോ ടു സ്കൂൾ. എങ്ങനെയാണ് അവള് സാധാരണ സ്കൂളിലേക്ക് പോവാറ്? ഹൗ ഡസ് ഷീ യൂഷ്വലി ഗോ ടു സ്കൂൾ. അപ്പൊ ഇങ്ങനെ അയാളോട് കൂടുതൽ ചോദിക്കുമ്പോൾ നമ്മൾ അയാളുടെ കുട്ടി ഇവിടെ അല്ല, ഇറ്റലിയിലാണ് സ്കൂളിൽ പോണേ. അതെന്താന്ന് എന്നോട് ചോദിക്കരുത്. ആ കുട്ടി ഇറ്റലിയിലാണ് പഠിക്കുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ അയാളോട് കൂടുതൽ ചോദിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെയൊക്കെ കുട്ടികൾ ഒരു 6 വയസ്സാവുമ്പോഴല്ലേ 1ാം ക്ലാസ്സിൽ ചേർക്കാറ്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ്, നേരത്തെ പോവോ അതോ വൈകിട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഏത് വയസ്സിലാണ് കുട്ടികൾ പൊതുവെ സ്കൂളിൽ പോയി തുടങ്ങാറ്? അപ്പൊ വയസ്സ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് ആ സെന്റൻസ് ഉണ്ടാക്കാം. എപ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങാറ്? അതെങ്ങനെ ചോദിക്കാം? വെൻ ഡു, എപ്പോഴാണ്? വെൻ ഡു, എന്താ ഡു വന്നത്? കിഡ്സ് സ്റ്റാർട്ട് സ്കൂൾ ഇൻ ഇറ്റലി. ആ കിഡ്സ് പ്ലൂറിൽ വന്നുകൊണ്ടാണ് ഡു വന്നത്. ഒരു കുട്ടിയാണെങ്കിലോ വെൻ ഡസ് ഹി അല്ലെങ്കിൽ വെൻ ഡസ് ഷീ അല്ലെ? അപ്പോൾ എപ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങാറ് എന്നുള്ള ചോദ്യം, വെൻ ഡു കിഡ്സ് സ്റ്റാർട്ട് സ്കൂൾ ഇൻ ഇറ്റലി. പിന്നെ അയാളോട് കൂടുതൽ സംസാരിക്കാൻ നമ്മൾ സ്ഥലം എത്തിയിട്ടില്ല, അപ്പോൾ കൂടുതൽ സംസാരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനെ ഇടയ്ക്കൊക്കെ പോവാറുണ്ടോ? അങ്ങനെ എപ്പോഴൊക്കെ പോവാറെന്ന് വെച്ചാൽ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടോ അതോ വല്ലപ്പോഴൊക്കെ ഉള്ളോ? അതെങ്ങനെ ചോദിക്കും? അത് നമ്മൾ മലയാളത്തിൽ എങ്ങനെ ചോദിക്കുക? നമുക്ക് അങ്ങനെ എത്ര ഇടവിട്ടാണ് നിങ്ങൾ സിനിമയ്ക്ക് പോവാറെന്ന് ചോദിക്കാറില്ല അല്ലേ? നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. നിങ്ങൾ എപ്പോഴും സിനിമയ്ക്ക് പോവാറുണ്ടോ അങ്ങനെ ചോദിക്കാറുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കണം, ഇത് പറയാൻ വേണ്ടിയിട്ട്
ഹൗ ഓഫൻ ഡു യു ഗോ ടു ദ സിനിമ? സിനിമയ്ക്ക് എത്ര ഇടവിട്ട് അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ആണ് നിങ്ങൾ പോവാറ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ ഓഫൻ, ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെൻറ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്തൊക്കെ പോയാൽ എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? ഹൗ ഓഫൻ ഡു യു ഈറ്റ് ഫുഡ്? അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സ്ഥിരമായിട്ട് വെള്ളം അടിക്കാറുണ്ടോ? ഹൗ ഓഫൻ ഡു യു ഡ്രിങ്ക് ആൽക്കഹോൾ? ഹൗ ഓഫൻ ഡു യു സ്മോക്ക് സിഗരറ്റ്സ്? അപ്പോൾ അങ്ങനെ ഹൗ ഓഫൻ എന്നുള്ള ഒരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാറില്ല പൊതുവെ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഒരു സെൻറ്റൻസ് ഉണ്ട്. ഈ സെൻറ്റൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ ഈ സെൻറ്റൻസ് കണ്ടാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള മീനിങ് മനസ്സിലാക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ഇവൾക്ക് വൈൻ ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, ഞാൻ വൈൻ ഉപയോഗിച്ചെന്നുള്ളൂ. വൈൻ ഇഷ്ടപ്പെട്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡസ് ഷീ ലൈക്ക് ദ വൈൻ? അങ്ങനെ ചോദിക്കും അല്ലേ. പക്ഷേ ഒരു പ്രയോഗമുണ്ട്, ഹൗ ഡസ് ഷീ ലൈക്ക് ദ വൈൻ? ഹൗ ഡസ് ഷീ ലൈക്ക് ദ വൈൻ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് അവൾക്ക് വൈൻ ഇഷ്ടാവുന്നത്? വൈൻ അത്രയ്ക്ക് നല്ലതല്ലല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് അർത്ഥം വെച്ച് നോക്കിയാൽ ഹൗ ഒക്കെ വരുമ്പം എങ്ങനെയാണ് എന്നും അർത്ഥം വരും അല്ലേ. എന്നാൽ ശരിക്കും ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം അതല്ല കേട്ടോ. അതിൻ്റെ അർത്ഥം അവൾക്ക് വൈൻ ഇഷ്ടമാണോ എന്ന് തന്നെയാണ്. ഹൗ ഡസ് ഷീ ലൈക്ക് ദ മൂവി? ഹൗ ഡസ് ഷീ ലൈക്ക് ദ ഡ്രസ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കത് ഇഷ്ടമായോ എന്നാണ് അർത്ഥം. ഇനി എത്ര മണിക്കാണ് നിങ്ങളുടെ ക്ലാസ്? അതെങ്ങനെ ചോദിക്കും? നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ പലപ്പോഴും ചോദിക്കില്ലേ, കുട്ടികളൊക്കെ ചോദിക്കില്ലേ, എത്ര മണിക്കാണ് നിന്റെ ക്ലാസ്? അങ്ങനെ ചോദിക്കും. വെൻ ഇസ് യുവർ ക്ലാസ്? എത്ര മണിക്കാണെന്ന് പറയാൻ ടൈം പറയണ്ട, എപ്പോഴാണ് എന്നുള്ള അർത്ഥത്തിൽ വെൻ ഇസ് യുവർ ക്ലാസ്, വെൻ ഇസ് യുവർ ക്ലാസ് അങ്ങനെ ചോദിച്ചാൽ മതി. നീ ഒരിക്കലും പോവാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതേതാന്ന് പറയൂ. അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഒരിക്കലും പോവാത്ത സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ പ്ലേസ് എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കണ്ട. വേർ ഹാവ് യു നെവർ ബിൻ? വേർ ഹാവ് യു നെവർ ബിൻ? ഒരിക്കലും പോവാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏതാന്ന് ഇങ്ങനെ ചോദിക്കണേ. സിമ്പിൾ ആയിട്ടാണ്. വേർ ഹാവ് യു നെവർ ബിൻ? നെവർ ബിൻ എന്ന് വെച്ചാൽ ഒരിക്കലും അവിടെ പോവാതിരിക്കണം. അപ്പോൾ എവിടെയാണ് അതെന്ന് പറയാൻ വേണ്ടിയിട്ട് വേർ ഹാവ് യു നെവർ ബിൻ? അതൊരു യൂസേജ് ആണ്, അതും പഠിച്ചു വെച്ചോളൂ. നമ്മൾ ഈ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ട റൂളൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഈ സെൻറ്റൻസ് ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല. എന്നാൽ വേറെ ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എത്ര മണിക്കാണ് അവൾ സ്കൂളിൽ പോവാറ്? അതെങ്ങനെ ചോദിക്കുക? നേരത്തെ പറഞ്ഞ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. വെൻ ഡസ് ഷീ ഗോ ടു സ്കൂൾ? വെൻ ഡസ് ഷീ ഗോ ടു സ്കൂൾ? എപ്പോഴാണ് അവൾ സ്കൂളിൽ പോവാറ്? അടുത്തത്, ഒരാൾക്ക് പുതിയൊരു ജോലി കിട്ടി. അപ്പോൾ എപ്പോഴാണ് അവൻ ആ ജോലി തുടങ്ങുക? അതെ, എപ്പോഴാണ് അവിടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുക? അതെങ്ങനെ പറയാം? വെൻ വിൽ ഹി സ്റ്റാർട്ട് ഹിസ് ന്യൂ ജോബ്? അപ്പോൾ അവിടെ വെൻ ഡസ് ഒന്നുമല്ല. അതെന്താ കാരണം? ഫ്യൂച്ചറിലെ കാര്യം പറയുമ്പോൾ വില്ലാണ് ഉപയോഗിക്കുക. അപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല, പ്രവേശിക്കുക എപ്പോഴാണ് അങ്ങനെ ചോദിക്കുമ്പോൾ വെൻ വിൽ ഹി സ്റ്റാർട്ട് ഹിസ് ന്യൂ ജോബ്? പുതിയ ജോലി, ന്യൂ ജോബ്. അടുത്തത്, അവൻ എന്താണ് നിർദ്ദേശിച്ചത്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരാളുടെ അഭിപ്രായം നമ്മൾ ചോദിക്കാറില്ലേ? അങ്ങനെ ചോദിച്ചിട്ട് തിരിച്ചു വരുമ്പം നമ്മുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്താ അവൻ പറഞ്ഞേ, എന്താ അവൻ്റെ അഭിപ്രായം? അങ്ങനെ ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കാം? വാട്ട് ഡിഡ് ഹി സജസ്റ്റ്? വാട്ട് ഡിഡ് ഹി സജസ്റ്റ്? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കല്യാണമൊക്കെ എന്ന് വിചാരിച്ചോ. അപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് ഷോപ്പിങ്ങിനൊക്കെ പോവുക? സാധനങ്ങളൊക്കെ കുറേ വാങ്ങിക്കണ്ടേ, അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ പോവുക? അങ്ങനെ ചോദിക്കാം. ഫ്യൂച്ചറാണേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെൻ വിൽ യു ഡു ദ ഷോപ്പിംഗ്? വെൻ വിൽ യു ഡു ദ ഷോപ്പിംഗ്? ഷോപ്പിംഗ് ചെയ്യുക ആ അർത്ഥത്തിൽ. വെൻ വിൽ യു ഡു ദ ഷോപ്പിംഗ്? ലാസ്റ്റ് ചോദ്യമാണ്, തെറ്റിക്കരുത്. അവൻ ചോറ് കഴിക്കുന്നില്ല എന്ന്, ഉച്ചഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചോ? രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഹാസ് ഹി ഡിസൈഡഡ് ടു സ്കിപ്പ് ലഞ്ച്? സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ തുള്ളുക. തുള്ളുക എന്ന് വെച്ചാൽ സാധാരണ തുള്ളുന്നതിനും സ്കിപ്പ് എന്ന് പറയും. അല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുക, അതിന് സ്കിപ്പ് എന്ന് പറയും. അപ്പോൾ ഡിഡ് ഹി ഡിസൈഡ് ടു സ്കിപ്പ് ലഞ്ച് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഹാസ് ഹി ഡിസൈഡഡ് ടു സ്കിപ്പ് ലഞ്ച് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഉപകാരമുള്ള കുറേ ചോദ്യങ്ങളാണ്. എളുപ്പം ചിലപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങൾ ഈ ചോദ്യങ്ങളെ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഇതങ്ങനെ പഠിച്ചിട്ട് പോകണം. അതാണ് ഞാൻ പറയുക. നമ്മൾ എഴുതി വെച്ചാൽ അങ്ങനെ എഴുതി വെച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതുമാതിരി ഇഷ്ടപ്പെടുന്ന വേറൊരു വീഡിയോ ഞാനിവിടെ ലിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.